ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽസ് ബൈ ചക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ ചിക്കൻ തോരനാണ്. ഇത് ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യലാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറഞ്ഞാൽ പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, ചോറ്, നമുക്കപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആവശ്യത്തിന് വേണ്ടത് 2 സവോള, 10-12 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി, 2 മീഡിയം പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ ഇതൊരു 1/2 കിലോ ചിക്കനാണ്. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് തേങ്ങക്കൂട്ടുണ്ടാക്കാൻ കുറച്ച് കറിവേപ്പില, ഒരു 2 കപ്പ് തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് തേങ്ങ എത്രത്തോളം ചേർക്കും അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതിലൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റാവുന്നതാണ്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3/4 തൊട്ടും 1 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് 3/4 തൊട്ട് 1/2 ടേബിൾ സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടിയാണ് ഇതിന് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട്, എന്നിട്ട് നമ്മുടെ സാദാ കടുക് താളിക്കും പോലെ നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പില ഇട്ടു. അതൊന്ന് ചൂടായപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ചാണ് ഇതിലെല്ലാം ചേർക്കേണ്ടത്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിന് ഉള്ളി വഴറ്റുന്ന പോലെ ഒത്തിരി അങ്ങ് വഴറ്റണ്ട. ജസ്റ്റ് അതൊന്നൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളി സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ജസ്റ്റ് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി അങ്ങ് വഴറ്റുന്നില്ല. കാര്യം അത് ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അത് പിന്നെയും വേവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് അതിലോട്ട് ഉപ്പ് ചേർത്ത്. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേകും. എന്ത് കറിയാണെങ്കിലും ആദ്യം സവോള ഇച്ചിരി വേകാൻ ആദ്യമേ ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചിക്കൻ ഒരു 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഐറ്റംസിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തു. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത ചിക്കനിൽ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പിന്നെ ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അത് ലാസ്റ്റ് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഓൾറെഡി ഉള്ളിയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചിക്കനിലും ഉപ്പുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് ഈ ചിക്കനൊന്ന് വേകാൻ, അതായത് ഒരു ചിക്കൻ ഒരു 3/4 ഭാഗം വേകണം നമുക്ക്. എന്നാൽ മാത്രമേ നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3/4 വേവിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുവാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് കൂടുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ്സ് ഞാൻ അടച്ചു വയ്ക്കുവാണ്. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചിക്കനും വേഗം നമുക്ക് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കൂടി ഞാൻ വേവിച്ചപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തു. അതിലോട്ട് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ഞാൻ കുരുമുളക് പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടി. ആ കുരുമുളക് പൊടി നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് എരിവ് കൂടും, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് എരിവ് അത്യാവശ്യം ഇഷ്ടമാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൂടി ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. കാര്യം
നമ്മൾ ചേർത്ത കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ആ ചിക്കനിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ 2 മിനിറ്റ്സ് അടച്ചു വെച്ചു. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ്സ് മാക്സിമം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയാവും. ഞാനൊരു 3 മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. എനിക്കിതൊരു സെമി ഗ്രേവി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം, ഒത്തിരി ഡ്രൈ ആവുന്നത് ഇഷ്ടമല്ല. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, നമ്മളന്ന് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ആഡ് ചെയ്തു. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. എനിക്കിതിങ്ങനെ സെമി ഗ്രേവി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള തോരൻ പോലെ ആകാൻ ഇഷ്ടമില്ല, അങ്ങനെ നമ്മുടെ നോർമൽ തോരൻ പോലെ. പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇത് ഭയങ്കര ടേസ്റ്റ്. ഇതെന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇത് പുട്ടിൻ്റെ കൂടെ കിഡിലൊരു കോമ്പിനേഷനാണ്. ഞാൻ പുട്ടിൻ്റെ കൂടെ, അതായത് നമ്മുടെ നാടൻ ചോളത്തിൻ്റെ പുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. പ്ലീസ് കമൻറ്റ് ബിലോ all your feedbacks. Like, share and subscribe to my channel. Thank you so much. Okay, see you. Bye. Take care.